ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതുകൂടാതെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് മാസ്ക് ധരിച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എവിടെ നിന്ന് തുടങ്ങി, ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചുകൾ, ഇപ്പോൾ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ ബിഗിനിങ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറായ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് മഹാരാഷ്ട്രയിലെ പൂനെ ആയിരുന്നു. പിന്നീട് 2016 പകുതിയോടെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് പെട്രോ കെമിക്കൽസിൻ്റെ ഒരു സബ് കോൺട്രാക്ടറിൽ ഒരു QC ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേൾക്കുന്നത്. കാരണം QC ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹയർ ഓഫീസേഴ്സായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. സൈൻ മേടിക്കാനാണെങ്കിൽ ശരി, സൈറ്റ് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ ശരി, എല്ലാ ദിവസങ്ങളിലും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ഹയർ ഓഫീസേഴ്സ് ഗുജറാത്തി സാറായിരുന്നു. ആ ഒരു സാറ് മൂലമാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കേൾക്കാനും അതിൻ്റെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തേക്ക സാറാണ്. അപ്പോൾ അന്ന് എന്നോട് സാറ് ഒരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് കിട്ടുന്ന സാലറി, നീ എവിടെ ജോലി ചെയ്തോ നിനക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു 20% ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അന്ന് സാറ് എനിക്ക് കുറച്ച് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കൂടുതലും അദാനി ബേസ്ഡ് സ്റ്റോക്കായിരുന്നു. നീ ഒരിക്കലും ഇൻട്രാഡേ ചെയ്യരുത് എന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിച്ചു, സാർ എന്താണ് ഇൻട്രാഡേ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഇന്ന് തന്നെ ബൈ ചെയ്ത് ഇന്ന് തന്നെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത് തന്നെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ബ്രോക്കർ കടമായിട്ട് പൈസയും തരുമെന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും പറ്റുമെന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി എൻ്റെ മനസ്സിൽ ലഡുപൊട്ടി. നമ്മുടെ മങ്കി മൈൻഡ് എന്താണ്, ഡെഫിനറ്റ്ലി അതിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ അല്ലേ. അങ്ങനെ എല്ലാവരെയും പോലെ ഞാനും സ്റ്റാർട്ട് ചെയ്തു ഇൻട്രാഡേ. അങ്ങനെ ഞാൻ എൻ്റെ ഇൻട്രാഡേ സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ട് ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ 10,000 റുപ്പീസാണ് എൻ്റെ സാലറിയിൽ നിന്ന് സേവ് ചെയ്ത എമൗണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിരുന്നു. എങ്ങനെ ഓർഡർ കൊടുക്കാം, എന്താണ് ബ്രാക്കറ്റ് ഓർഡർ, എങ്ങനെ ലിവറേജ് എടുക്കാം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം ട്രേഡ് എടുത്തു. സ്റ്റോക്കിലാണ് ട്രേഡ് എടുത്തിരുന്നത്. അതും ലിവറേജ് എടുത്തിട്ട് തന്നെയാണ് ട്രേഡ് എടുത്തിരുന്നത്. അന്നത്തെ ദിവസം അവസാനിപ്പിച്ച സമയത്ത് ഏകദേശം 6,500 രൂപയുടെ പ്രോഫിറ്റ് ഫസ്റ്റ് ഡേ. ലൈക്ക് ബിഗിനേഴ്സ് ലക്ക് തന്നെയാണ്. അന്ന് വളരെയധികം സന്തോഷമായി. ഞാൻ എന്തോ വലിയൊരു കാര്യം അച്ചീവ് ചെയ്ത പോലെയാണ് എനിക്കന്ന് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ഒരു മാസം അവിടെ വർക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് സാലറി കിട്ടുന്നത് 10,000 സംതിങ് ആണ്. അതും ഒരു ദിവസം 12 മണിക്കൂറാണ് ഡ്യൂട്ടി. ചിലപ്പോൾ സൺഡേയും ഡ്യൂട്ടി ഉണ്ടാകും. അപ്പം ഞാൻ ഈ ഒരു 6,500 പ്രോഫിറ്റ് എടുത്ത സമയത്ത് വളരെ സന്തോഷമായി. നെക്സ്റ്റ് ഡേയും ഞാൻ സെയിം ട്രേഡുകൾ തന്നെ എടുത്തു. അന്നും പ്രോഫിറ്റ് തന്നെ. നെക്സ്റ്റ് ഡേയും ട്രേഡുകൾ എടുത്തു, അന്നും പ്രോഫിറ്റ്. അങ്ങനെ ആദ്യത്തെ ആ ഒരു വീക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് ആയിരുന്നു. വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. ഞാൻ ഇപ്പോൾ തന്നെ ജോലി മതിയാക്കി പോകാം എന്ന രീതിയിലൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വീക്കെൻഡ് ഹോളിഡേ വന്ന സമയത്ത് സൺഡേയിൽ ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഇത്ര ദിവസം കൊണ്ട് ഇത്ര ടാർഗറ്റ്, അതായത് ഒരു ദിവസം ഇത്ര രൂപ എടുക്കുകയാണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ എടുക്കാം എന്നുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഞാൻ അവിടെ തയ്യാറാക്കി. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഗൂഗിളൊക്കെ നോക്കി ഞാൻ പഠിച്ചു. എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പ്രോഫിറ്റൊക്കെ എടുത്ത് നോക്കും. ഓരോ ദിവസം ഒരു മണിക്കൂറിലൊക്കെ ഒരു പ്രോഫിറ്റ് എടുത്ത് നോക്കും, ഇങ്ങനെ എത്ര ബാലൻസ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ ഞാൻ മൺഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അവിടെയാണ് നെക്സ്റ്റ് സ്റ്റേജ് സംഭവിച്ചത്, റെഡ് ഡേയ്സ്. അങ്ങനെ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ട്രേഡ് എടുത്തു. എല്ലാം ജോലിയുടെ കൂടെ തന്നെയാണ് ഞാൻ ട്രേഡുകളൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ട്രേഡ് എടുത്തു. ഫസ്റ്റ് ട്രേഡ് നഷ്ടം വന്നു. അപ്പം നമ്മുടെ ഈഗോ അവിടെ ഹർട്ട് ചെയ്തു. കാരണം ഇത്രയും പ്ലാനുകളൊക്കെ ചെയ്തു വന്നതാണ്, അത് വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല. വീണ്ടും ട്രേഡ് എടുത്തു റിക്കവർ ചെയ്യാൻ വേണ്ടി. അത് വലിയ നഷ്ടങ്ങളിലോട്ട് വന്നു. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഏകദേശം മുൻപ് കിട്ടിയിരുന്ന 5 ദിവസം കൊണ്ട് ഉണ്ടായിരുന്ന പ്രോഫിറ്റൊക്കെ പോയി. പിന്നെ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് എമൗണ്ട് നഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേയിലും ട്രേഡ് എടുത്തു, അവിടെയും നഷ്ടം. വെനസ്ഡേയിലും ട്രേഡ് എടുത്തു, നഷ്ടം. ആ ഒരു സമയം കൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ക്യാപിറ്റലിൻ്റെ 90% അവസാനിപ്പിച്ചു ക്യാപിറ്റൽ, റൈറ്റ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ സങ്കടമായി, ആകെ ഡെസ്പായി. എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സങ്കടമായി. പിന്നീട് ക്യാപിറ്റൽ ആഡ് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ എമൗണ്ടും ഇല്ല. ഓക്കെ, പിന്നീട് നെക്സ്റ്റ് സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സാലറി വന്നു, സെയിം കാര്യം റിപ്പീറ്റ്. ട്രേഡ് എടുക്കുന്നു, കുറച്ച് പ്രോഫിറ്റ് കിട്ടുന്നു, നഷ്ടപ്പെടുത്തുന്നു, റിവഞ്ച് ട്രേഡ് എടുക്കുന്നു, ഫുൾ ലോസ്. ഇത് തന്നെയാണ് നെക്സ്റ്റ് 2016 മിഡ് മുതൽ 2017, 2018 ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് ഗുജറാത്തിൽ നിന്ന് മാറി മുംബൈയിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
ബട്ട് സ്റ്റിൽ ഇടയ്ക്ക് വെച്ച് ഇത് തന്നെ ഇടയ്ക്ക് ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നും, ഞാൻ അഗെയിൻ ട്രേഡ് എടുക്കും, റിപ്പീറ്റ് ലോസ് റിപ്പീറ്റ്, ഏകദേശം ഒരു 10-12 തവണയെങ്കിലും, അതിൽ കൂടുതലുണ്ടാവും ഞാൻ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അന്നത്തെ എൻ്റെ ട്രേഡിങ്ങിൽ നഷ്ടത്തിനെക്കാട്ടിയും കൂടുതൽ വന്നിരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് 50,000 നഷ്ടമാണെങ്കിൽ 60,000 രൂപ ചാർജസ് ഉണ്ടാവും, അതായത് ബ്രോക്കറേജ് ചാർജസ്. കാരണം അത്രയും ട്രേഡുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പീരീഡിൽ. അന്ന് 2 ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒന്ന് സെറോദ ഉണ്ടായിരുന്നു. സെറോദ പിന്നീട് 2017-18 ഓപ്പൺ ചെയ്തത്. അതിനു മുൻപ് 5 പൈസ എന്ന് പറഞ്ഞ 2 ബ്രോക്കർ ഉണ്ടായിരുന്നു. രണ്ടിലും വളരെ വലിയ നഷ്ടങ്ങളാണ് വന്നിരുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 10, 12, 15 തവണയെങ്കിലും ഞാൻ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ എന്നെ തന്നെ അനാലിസിസ് ചെയ്തു, ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ എടുക്കുന്നതെന്നും, പിന്നെ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സിൽ നിന്നും ഞാൻ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു നെക്സ്റ്റ് 2 വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജ് ഞാൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ ആ ഒരു ലൂപ്പ് തന്നെയാണ്, പ്രോഫിറ്റ് എടുക്കും, ദെൻ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ കൊണ്ട് കളയും. ഇത് തന്നെയായിരുന്നു റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നത്. പിന്നീട് എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗുജറാത്തിൽ നിന്ന് ജോലി ഷിഫ്റ്റ് ചെയ്ത് മുംബൈയിലോട്ട് വന്നു. അവിടെ എനിക്ക് കുറച്ച് പരിചയക്കാരെ കിട്ടി, കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി. അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഈ ഒരു ബ്രോക്കേഴ്സിൻ്റെയൊക്കെ ഫ്രാഞ്ചൈസി എടുത്ത് ഒരു ഓഫീസ് സെറ്റപ്പ്, ചെറിയ ഓഫീസ് സെറ്റപ്പൊക്കെ ഇട്ട് ഓട്ടോമാറ്റിക് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരുമായിട്ട് എനിക്ക് പരിചയപ്പെടാനും സംസാരിക്കാനുള്ള ടൈം എനിക്ക് അവിടെ കിട്ടി. അങ്ങനെ അവരുടെ ട്രേഡിംഗ് ജേർണൽ, അതായത് ഓർഡർ ഹിസ്റ്ററിയൊക്കെ എനിക്ക് ഷെയർ ചെയ്തു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ വിന്നിങ് റേഷ്യോ വളരെ കുറവാണ്. 55% അവർക്ക് വിന്നിങ് റേഷ്യോ ഉള്ളൂ. ഈവൻ ചില സ്ട്രാറ്റജികൾക്ക് 40% വിന്നിങ് സ്ട്രാറ്റജി ഉള്ളൂ. പക്ഷേ ഓവറോൾ നോക്കുന്ന സമയത്ത് വലിയ പ്രോഫിറ്റ് അവർക്കുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, പ്രോഫിറ്റ് വരുന്ന സമയത്ത് വലിയ പ്രോഫിറ്റ് ആയിരിക്കും, ലോസ് എപ്പോഴും ഒരു ലിമിറ്റിനുള്ളിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം അവിടെ എനിക്കൊരു യൂറോക്ക മൊമെൻ്റ് കിട്ടി. പിന്നീട് പുള്ളിക്കാരനോട് സംസാര സമയത്ത് പുള്ളി എന്നോട് ഒരു സജഷൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു സ്റ്റോക്കിൻ്റെ പേര് പറയാം, ICICI ബാങ്ക്, നീ അതിൽ ഞാൻ പറയുന്ന സെറ്റപ്പ് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പുള്ളി പറഞ്ഞ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ORB സ്ട്രാറ്റജി, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 15 മിനിറ്റ്, ഇപ്പോൾ ICICI ബാങ്കാണ് എനിക്ക് പുള്ളി പറഞ്ഞ സ്റ്റോക്ക്, ICICI ബാങ്കിൻ്റെ ആദ്യത്തെ 15 മിനിറ്റിന് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബൈ എൻട്രി എടുക്കുക, ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെൽ എൻട്രി എടുക്കുക. എക്സിറ്റ് 3:15 മാത്രം, 3:20 മാത്രം. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജി പറഞ്ഞിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഹൈ ആണ്, ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ലോ പോയിൻ്റ് സ്റ്റോപ്പ് ലോസും, സെൽ എൻട്രി എടുക്കുന്ന സമയത്ത് ഹൈ പോയിൻ്റ് സ്റ്റോപ്പ് ലോസും വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് റിപ്പീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ജോലിയുടെ കൂടെ തന്നെ ഞാനത് മാക്സിമം എല്ലാ ദിവസങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ചില ദിവസങ്ങൾ എൻട്രിയൊക്കെ മിസ്സ് ചെയ്യും, ബട്ട് സ്റ്റിൽ ഞാൻ അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയുടെ കൂടെ തന്നെ ഏകദേശം ഒരു 3-4 മാസങ്ങൾ ഞാൻ ആ ഒരു സെയിം സെറ്റപ്പിൽ, സെയിം സ്റ്റോക്കിൽ ഇങ്ങനെ ട്രേഡുകൾ എടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ എക്സ്ട്രാ സ്റ്റോക്കിൽ, BPCL പോലുള്ള 1-2 എക്സ്ട്രാ സ്റ്റോക്കുകളിലും സെയിം സെറ്റപ്പുകൾ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഏർലി എൻട്രി എക്സിറ്റ് ചെയ്യുന്നതും, സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴോട്ട് വെക്കുന്ന, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എൻട്രികൾ മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നോക്കുന്ന സമയത്ത് ഓവറോൾ എനിക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത്, പ്രോഫിറ്റുകളാണ്. അപ്പോൾ അവിടെയാണ് എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടിയത്. നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നത്. അങ്ങനെ ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് അവിടെ കിട്ടി. പിന്നെ ഞാൻ ഒരുപാട് ബാക്ക് ടെസ്റ്റുകൾ ചെയ്തു, ഏത് സിനാരിയോയിലാണ് ലോസുകൾ വരുന്നത് എന്നുള്ളതും, എവിടെയാണ് നമുക്ക് വലിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സ്ട്രക്ചറുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റി. അനലൈസ് ചെയ്തു, ബാക്ക് ടെസ്റ്റ് ചെയ്തു. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ വളരെ ചെറിയ ക്യാപിറ്റലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. സാലറി കിട്ടുന്നത് എനിക്ക് വീണ്ടും ട്രേഡിങ്ങോട്ട് ഇടാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം മുൻപ് ഉണ്ടായ നഷ്ടം ഓർത്തിട്ട്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തു, ഒരു പുതിയൊരു സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പിവോട്ട് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു, നല്ലൊരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കുകളായിരുന്നു. മുംബൈ പോർട്ടിലൊക്കെ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ജോലി തിരക്കുകളായിട്ട് പോയി. പിന്നീടാണ് കൊറോണ വന്നത്. കൊറോണ വന്ന് ലോക്ക്ഡൗൺ ടൈമിലാണ് കുറച്ചുകൂടി ടൈം എനിക്ക് കിട്ടിയത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ലോക്ക്ഡൗൺ ടൈമിൽ കൂടുതൽ സമയം കിട്ടി മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി. അനലൈസ് ചെയ്തു, കയ്യിലുള്ള സ്ട്രാറ്റജി ഒന്നുകൂടി ബിൽഡപ്പ് ചെയ്തു, നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തു, ചെറിയ ട്രേഡുകൾ എടുത്തു, ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ കൺസിസ്റ്റൻ്റായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വളരെ ചെറിയ ട്രേഡുകൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വലിയ ക്യാപിറ്റൽ ആഡ് ചെയ്യാനുള്ള ധൈര്യം അപ്പോഴും ഉണ്ടായിരുന്നില്ല. റൈറ്റ്, അങ്ങനെ കൂടുതൽ മാർക്കറ്റിനെ പറ്റി പഠിച്ചു. സ്ലോലി ചെറിയ ചെറിയ ഒരു കയറ്റം എനിക്കുണ്ടായി.
ബട്ട് സ്റ്റിൽ ചെറിയ മിസ്റ്റേക്കുകൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് റിവഞ്ച് ട്രേഡിംഗ്, ഓവർ ട്രേഡിംഗ്, ഈഗോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. ആ ഒരു പേഴ്സണൽ ലൈഫിലും ആ ഒരു ഡിസിപ്ലിൻ ഞാൻ കൊണ്ടുവന്നു. അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ട്രേഡിങ്ങിലും അത് റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ സ്ലോലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങി. ചെറിയ പ്രോഫിറ്റ് ആട്ടോ, അങ്ങനെ വലിയ പ്രോഫിറ്റ് ഒന്നുമല്ല, ചെറിയ പ്രോഫിറ്റുകൾ എടുക്കാൻ വേണ്ടി തുടങ്ങി. പിന്നീട് ലോക്ക്ഡൗൺ ചെയ്ത് കഴിഞ്ഞു, കമ്പനി ജോലി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എൻ്റെ മൈൻഡിൽ എപ്പോഴും ട്രേഡിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ജോലിൻ്റെ ഇടയിലും ചെറിയ ട്രേഡുകൾ എടുത്തു. അതും റാൻഡം ട്രേഡുകളൊന്നുമല്ല, അനാവശ്യമായിട്ടുള്ള റാൻഡം ട്രേഡുകളൊന്നുമല്ല. സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഞാൻ എന്താണോ പ്ലാൻ ചെയ്തിരുന്നത് അതിനനുസരിച്ചുള്ള ട്രേഡുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ അറിയാതെ തന്നെ ആ ഒരു ഡിസിപ്ലിൻ, ഞാൻ പോലും അറിയാതെ തന്നെ ആ ഒരു ഡിസിപ്ലിൻ അവിടെ എനിക്ക് കിട്ടിയിരുന്നുണ്ടായിരുന്നു. അതായത് പണ്ടത്തിനെക്കാട്ടി ഒരുപാട് ബെറ്ററായി എൻ്റെ ട്രേഡുകൾ. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റും അവിടെ കൂടി വന്നു. പിന്നീട് ആ ഒരു 2020 തന്നെ ഏകദേശം എനിക്ക് നഷ്ടപ്പെട്ട എമൗണ്ട് ഞാൻ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മുൻപുണ്ടായിരുന്ന ആ ഒരു സെറോദ അക്കൗണ്ടിൽ. ഓക്കെ, അതിനുശേഷം 2021 സെക്കൻഡ് വേവ് വന്ന സമയത്താണ് ഞാനൊരു റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് ജോലി ഒന്ന് ടെമ്പററിലി മതിയാക്കിയിട്ട് ട്രേഡിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന്. പക്ഷേ ആ ഒരു സമയത്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ക്യാപിറ്റലില്ല. ബട്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എനിക്ക് തന്നിരുന്നു. പുള്ളി എൻ്റെ റിസൾട്ടൊക്കെ കണ്ടിട്ട് പുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ട് കൂടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി. അങ്ങനെ ഞാൻ 2021 മുതൽ ട്രേഡുകൾ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ ഇക്വിറ്റി സ്റ്റോക്കിലാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഓപ്ഷൻ സെലക്ട് ചെയ്യുമായിരുന്നെങ്കിൽ പോലും കൂടുതലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇക്വിറ്റിയിലാണ്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു സെറ്റപ്പ് വരുന്ന സമയത്ത് മാത്രം ട്രേഡുകൾ എടുക്കും. റാൻഡം ട്രേഡുകൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. എല്ലാ ദിവസവും ട്രേഡിംഗ് ജേർണൽ നോക്കും. ലൈവ് മാർക്കറ്റിൽ ഇമോഷൻസൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും. മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കും. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ഞാൻ ഫോക്കസ് ചെയ്യും. ആൻഡ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മാർക്കറ്റ് എനിക്ക് റിവാർഡ് തന്നത് ബിക്കോസ് ഞാൻ മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും ഡിസിപ്ലിനായിട്ട് ഇരുന്നുകൊണ്ടും കറക്റ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്തുകൊണ്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സ്കില്ലായിട്ട്, ടെക്നിക്കൽ സ്കില്ലായിട്ട് ഞാൻ ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് മാർക്കറ്റിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരു പ്ലാനിനനുസരിച്ചിട്ട് ഞാൻ തയ്യാറാക്കുന്നു, അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നു. ആൻഡ് 2021 തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റി. എൻ്റെ സ്വന്തം അക്കൗണ്ടിലും അക്കൗണ്ട് ഹാൻഡിലിംഗ് ചെയ്ത ആ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്. അപ്പോൾ അവിടെ നിന്നും കമ്മീഷൻസ് എനിക്ക് കിട്ടി. ആൻഡ് 2021-22 സ്ലോലി ഇക്വിറ്റിയിൽ നിന്ന് ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് വന്നു. പിന്നീട് എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ ദിവസവും ഡിസിപ്ലിനായിട്ട് നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യുക, ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ മാനുവൽ ട്രേഡിംഗ് നല്ല രീതിയിൽ മുൻപോട്ട് പോയി. അതിൻ്റെ ഇടയിലാണ് ഒരു 2022 ലാസ്റ്റ് ഞാൻ ആൽഗോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പഠിക്കാനും അത് വഴി ചെയ്യാനൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് നല്ല രീതിയിൽ പഠിച്ചു. ആൻഡ് എൻ്റെ കരിയറിൽ ഞാൻ ട്രേഡിങ്ങിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ ആൽഗോ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് വലിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല, ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളും ആയിരുന്നില്ല. ബട്ട് അത് പഠിക്കണമെന്ന ആഗ്രഹം കൊണ്ടും ആ ഒരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പഠിച്ചെടുത്തതും പിന്നെ ഞാൻ വലിയ ക്യാപിറ്റൽ അതിനുവേണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആൽഗോ ട്രേഡിങ്ങിൽ നിന്ന് ഞാൻ നോർമലി ചെയ്തത് നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിങ്ങും പിന്നെ അത് ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിങ്ങൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ എനിക്ക് വലിയൊരു അടി അവിടെ കിട്ടി, വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു, നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു നഷ്ടം എനിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് 2023-24 വരെ, 24 ഒരു ജൂൺ വരെ ഞാൻ ആൽഗോ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അത് ഓർഡേഴ്സിൻ്റെയും ഗ്ലിച്ചസിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചത്. നോൺ ഡയറക്ഷൻ സെല്ലിങ്ങിൽ നിന്ന് മാറി ഡയറക്റ്റ് ഓപ്ഷൻ സെല്ലിങ്ങിലോട്ടൊക്കെ ചെയ്തിരുന്നു. അതൊക്കെയാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ. അപ്പോൾ ആ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഏറ്റവും എനിക്കുണ്ടായ ഒരു ഡ്രോ ഡൗൺ. അത് എസ്പെഷ്യലി ആ ഒരു ഓവർ കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് വിത്തൗട്ട് അധികം സ്റ്റഡി ചെയ്യാതെ ഞാൻ ചെയ്തൊരു കാര്യം. സ്റ്റിൽ ആൽഗോ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ, അത് ഇപ്പം ചെറിയ രീതിയിൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. സോ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഫ്യൂച്ചർ എന്നുള്ളത് എപ്പോഴും ആൽഗോ ട്രേഡിംഗ് ആണ്. ഇപ്പം നമുക്കറിയാം എയുടെ ഒക്കെ കാലഘട്ടമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡെഫിനറ്റ്ലി ഇത് മാസ്റ്റർ ചെയ്യും. അപ്പം ചെറിയ രീതിയിൽ ഇപ്പോൾ ചെയ്ത് ആ ഒരു മിസ്റ്റേക്കിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും ഞാൻ എന്നെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരിക്കലും ഒരു മാസ്റ്റർ ട്രേഡർ ആയിട്ടല്ല. സ്റ്റിൽ ഞാനൊരു സ്റ്റുഡൻ്റാണ്. സ്റ്റിൽ ഞാൻ മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട്. ഓരോ ദിവസവും അതിൽ നിന്ന് പഠിക്കാനും വേണ്ടി ശ്രമിക്കാറുണ്ട്. ആൻഡ് മുൻപത്തെക്കാളും കുറച്ചുകൂടി സ്റ്റേബിളാണ് ഇപ്പം. ഈ ഒരു 4 വർഷം കൊണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു 4 വർഷം കൊണ്ടായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നിങ്ങളിതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഓർക്കുക,
നമ്മൾ ഡിസിപ്ലിനായിട്ട് ഇരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക, എപ്പോഴും ഡിസിപ്ലിനായിട്ട് ഇരിക്കുക, നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും മാർക്കറ്റിനെ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങളുടെ ക്യാരക്ടറാണ് നിങ്ങളുടെ ട്രേഡിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ജേർണി. ഞാനൊരു 15 മിനിറ്റിൽ വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.